വെൽക്കം ഓൾ. ഇന്ന് നമുക്ക് കെയർ അസിസ്റ്റൻ്റ് UK, ഓസ്ട്രേലിയ മുതലുള്ള സ്ഥലങ്ങളിൽ ചോദിക്കാൻ ചാൻസുള്ള കുറച്ച് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ഒന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇഫ് യു ഹേർഡ് എ സ്റ്റാഫ് മെമ്പർ റേസ്ഡ് their voice to a resident, what would you do? Report to the in charge immediately. Then, what is infection control? Then, what is safeguarding? If a patient fall, what would you do? How to look after a one-to-one? If the resident chokes, what is your immediate action? What will you do? Study about the resident's food and fluid level. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എല്ലാം നമുക്ക് ഗൂഗിളിൽ കിട്ടും. ഇപ്പോൾ പെട്ടെന്ന് പറയാനായിട്ട് അങ്ങ് സ്പീഡിൽ അങ്ങ് പറഞ്ഞു പോവുകയാണ്. വാട്ട് ഈസ് സേഫ് ഗാർഡിങ്, അവരുടെ സേഫ്റ്റിയെ പറ്റിയൊക്കെയുള്ളതാണ്. എല്ലാ ആൻസേഴ്സും ഗൂഗിളിലുണ്ട്. ടെൽ മീ അബൌട്ട് യുവർ സെൽഫ്. What are your strengths? What is your weakness? Why would you want to become a care assistant? 6th C in caring. What is CQC? What is patient care central care? Then what is the importance of communication? അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോർമലായിട്ട് എല്ലായിടത്തും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഈസ് അബ്യൂസ്? അതൊക്കെ ഇവിടെ ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നമ്മൾ ഒന്ന് പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അബ്യൂസ്. ക്വാളിറ്റി ഓഫ് കെയർ. എക്സ്പ്ലെയിൻ ഹൗ യു വുഡ് ഹാൻഡിൽ ഇഫ് സമ്മൺ അണ്ടർ യുവർ കെയർ ഈസ് അപ്സെറ്റ്. ഇൻ കേസ് അവർ മൂഡ് ഔട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇങ്ങനെയുള്ള കുറച്ച് വളരെ പെട്ടെന്നായിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന, പിന്നെ അവരുടെ കണ്ണിൽ നോക്കി ആൻസർ പറയുക, അവരോട് ഇരിക്കട്ടെ എന്ന് ചോദിക്കുക, ആദ്യം തന്നെ റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അത് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നവർക്കൊക്കെ കിട്ടട്ടെ എന്ന്. നോർമലി എൻ്റെ ഒരു ഞാൻ ചില സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ എന്നോട് നോർമലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്കെപ്പോൾ പറഞ്ഞു തരാനായിട്ടൊന്നും ആരുമില്ലായിരുന്നു. അതുകൊണ്ട് കുറച്ച് പ്രിപ്പയർഡ് ആയിട്ടുണ്ടായിരുന്നത് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. God bless you all. Blessings.